Hi, welcome to Cochin Race Academy. So, RRB NTPC 2025 എക്സാംസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ അതായത് ഈ എക്സാം ആദ്യമായിട്ട് എഴുതുന്നവർ അല്ലെങ്കിൽ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഇതെങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ 2 ഷിഫ്റ്റും അതേപോലെ പ്രീവിയസ്ലി നടന്നിട്ടുള്ള എല്ലാ NTPC ഷിഫ്റ്റും നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ കുറേ കീ ഏരിയാസ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഏതൊക്കെ ഏരിയാസ് എങ്ങനെയൊക്കെ പഠിക്കണം അതാണ് നമ്മൾ ഇന്നിപ്പോൾ പറയുന്നത്. സോ കൂടുതൽ നമ്മൾ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ആദ്യമേ 3 ഏരിയാസ്, അതായത് നമ്മുടെ ക്വാണ്ട്, റീസണിങ്, GK, ഈ 3 ഏരിയാസിൽ ഏതൊക്കെയാണ് പ്രൈമറി ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് എന്നുള്ളതായിരിക്കും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ആദ്യമേ നമ്മൾ ക്വാണ്ടിലേക്ക് പോവാം. സോ നിങ്ങൾക്കറിയാം ക്വാണ്ടിൽ നമുക്ക് എത്ര ടോട്ടലി 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ റീസണിങ്ങും 30 ക്വസ്റ്റ്യൻസ്, GK 40 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് വരുന്നത്. സോ ഈ ക്വാണ്ടിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ സിംപ്ലിഫിക്കേഷൻ. ഈ റെയിൽവേ എക്സാംസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിൻ്റെ ക്വസ്റ്റ്യൻസ് അത് ഒരു SSC ലെവലിനേക്കാളും കുറേ കൂടെ എളുപ്പമായിരിക്കും നമുക്ക് എപ്പോഴും വരുന്നത്. ഈ സിംപ്ലിഫിക്കേഷനിൽ ടോട്ടലി നമുക്കൊരു 4 to 5 ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 30 ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ തന്നെ കിട്ടുന്നുണ്ടാവും. അതും ബേസിക് കാൽക്കുലേഷൻസ് ആയിരിക്കും വരുന്നത്, ബോട്ട് മാസ് റൂൾ യൂസ് ചെയ്യേണ്ടത്. സോ ഈ സിംപ്ലിഫിക്കേഷൻ 4 to 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസിലി മേടിക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ നോക്കേണ്ട ടോപ്പിക് HCF ആൻഡ് LCM. ഈ HCF ആൻഡ് LCM എല്ലാ റെയിൽവേ എക്സാംസിൽ നിന്നും നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. സോ നിങ്ങളിവിടെ നോക്കാൻ നേരത്തെ സിംപ്ലിഫിക്കേഷൻ 45 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇവിടെ ബേസിക്കലി ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. പക്ഷേ അതിന് വെയിറ്റേജ് കുറവാണെന്ന് പറയരുത്. കാരണം ഈ HCF ആൻഡ് LCM എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് അതിൻ്റെ അകത്തൊരു 2-3 ഇക്വേഷൻസ് മാത്രമേ നമ്മൾ ബേസിക്കലി നോക്കേണ്ടേ ഉള്ളൂ. ആ കോർ കോൺസെപ്റ്റ്സ് നമ്മൾ ഓക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈസിലി അച്ചീവ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ HCF LCM കിട്ടുന്നത്. സോ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്ത നമ്മൾ നോക്കേണ്ട നമ്പർ സിസ്റ്റം. ഈ നമ്പർ സിസ്റ്റത്തിലും നമുക്ക് ടോട്ടലി ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ബേസിക്കലി നമ്പർ സിസ്റ്റത്തിൽ വരിക. ഈ നമ്പർ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാലും നമ്മുടെ ഫ്രാക്ഷൻസ്, പിന്നെ അതേപോലെ തന്നെ ഈ ജസ്റ്റ് എന്താ ഇപ്പോൾ ഒരു 2/3, അതേപോലെ 5/6, അതേപോലെ ഒരു 3/8, ഇങ്ങനെയുള്ള കുറേ ഫ്രാക്ഷൻസ് വന്നിട്ട് അതിൻ്റെ അകത്ത് ഗ്രേറ്റസ്റ്റ് ഏതാ സ്മോളസ്റ്റ് ഏതാ അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ അവിടെ വരുന്നത്. അതേപോലെ തന്നെ ഒരു നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഇപ്പോൾ 24 × 45 × 368 ഇങ്ങനൊരു കാൽക്കുലേഷൻ തന്നാൽ അതിൻ്റെ ആൻസറിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്ത്, ഇങ്ങനെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബേസിക്കലി അവിടെ വരിക. റിമൈൻഡർ തിയറം പോലെ അത്ര ഇത് നമ്മളിവിടെ ജസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല, എന്നാൽ പോലും റിമൈൻഡർ തിയറം പഠിച്ചിരുന്നാൽ എപ്പോഴും ബെറ്റർ ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ബേസിക് കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ഈ നമ്പർ സിസ്റ്റത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്ക് റേഷ്യോ. റേഷ്യോയിൽ നമുക്ക് ടോട്ടലി ഇവിടെയും നമുക്കൊരു 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ബേസിക്കലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഈ വർഷത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ അവർ പ്രൊപ്പോർഷൻസ്, ആ പ്രൊപ്പോർഷന് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവരവിടെ ചോദിക്കുന്നുണ്ട്. പ്രൊപ്പോർഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രൊപ്പോർഷൻ, തേർഡ് പ്രൊപ്പോർഷൻ ആൻഡ് മീൻ പ്രൊപ്പോർഷൻ, ഈ 3നെയും ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഒന്ന് കൂടുതലായിട്ട് നോക്കി വെച്ചേക്കുക, ഈ വർഷം അവിടെ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഈ പ്രൊപ്പോർഷനിൽ നിന്ന് ബേസ്ഡ് ആയിട്ട് മാത്രം. പിന്നെ അതേപോലെ തന്നെ ഏജസ് ആൻഡ് റേഷ്യോൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ടാണ് നമ്മളിപ്പോഴും ഏജസ് ആൻഡ് പാർട്ട്ണർഷിപ്പ് പറയുക. അതിൻ്റെ അകത്ത് ഏജസിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാവുന്നതാണ്. ഏജസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാലും ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ അവർ പറയുക 2 ആൾക്കാരുണ്ട്, എയും ബിയും, അവരുടെ റേഷ്യോ പറയുക 2:3 ആണ്. ഒരു 5 വർഷം കഴിയുമ്പോൾ അവരുടെ റേഷ്യോ 3:4 ആയി എന്ന് പറയുക. സോ നമുക്കറിയാം 2:3 എന്നുള്ളത് 3:4 ആയി. ഇവിടെ എത്ര വന്നേക്കുന്നത്, ഒരു വർഷം ഒരു യൂണിറ്റ് അല്ലേ കൂടിയേക്കുന്നത്. ആ ഒരു യൂണിറ്റ് ആണ് നമ്മൾ പറയുക ഒരു 5 വർഷം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും, ഇതാണ് ബേസിക്കലി എന്താ ഈ ഒരു യൂണിറ്റ് ആണ് നമ്മൾ 5 years എന്ന് പറയുന്നത്. ആ ഒരു രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് അത് ഞാൻ കൂടുതൽ ഇവിടെ ആൻസേഴ്സിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല, ജസ്റ്റ് ഞാൻ കണ്ടന്റ് മാത്രം പറഞ്ഞു പോവുകയാണ്. സോ ഏജസ് നിങ്ങൾക്ക് ആക്ച്വലി നല്ലോണം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കായിരിക്കും. സോ അതും കൂടുതലും ഏജസിൽ നിന്ന് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് പെർസെൻറ്റേജിൽ നമുക്ക് ആക്ച്വലി ഒരു 2 ക്വസ്റ്റ്യൻ, ഞാൻ 2 മാക്സിമം പറയുന്നില്ല, മാക്സിമം 2, അതായത് 1 to 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പെർസെൻറ്റേജ് എന്ന് വരുന്നത്. പക്ഷേ പെർസെൻറ്റേജിൻ്റെയും ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അതായത് അവർ പറയുന്നത് ഈസ് 20% മോർ ദാൻ ബി ആൻഡ് ബി ഈസ് 50% മോർ ദാൻ
സി സേ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്നിട്ട് എ സിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്, അല്ലെങ്കിൽ സേ അങ്ങനെയുള്ള ആ എയും ബിയും സിയും വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻസ്. സേ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതൽ ഇവിടെ കാണാവുന്നത്, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ പെർസെൻറ്റേജിൻ്റെ കാൽക്കുലേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. 20% ഓഫ് ബി ഈക്വൽ ടു 66.66% ഓഫ് സി. അങ്ങനെ ഉണ്ടെങ്കിൽ ബി ഈസ് ടു സി റേഷ്യോ എത്രയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ. സോ ഇതേപോലെയുള്ള ബേസിക് കാൽക്കുലേഷൻസ് ആയിരിക്കും നമുക്ക് പെർസെൻറ്റേജിൽ വരിക. സോ പെർസെൻറ്റേജിൽ നിന്ന് ഒരിക്കലും അത്ര ഹയർ ലെവൽ വരത്തില്ല. ഓൾമോസ്റ്റ് ഈ ഒരു ബേസിക് ലെവൽ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. ഇനി അടുത്ത വരുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആക്ച്വലി നമ്മൾ നോക്കുമ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ കോറും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ 2 ടോപ്പിക്സ് കൂടെ അവിടെ വരുന്നുണ്ട്, ബോട്ട്സും ട്രെയിൻസും. നമ്മൾ ഈ NTPCയുടെ ഫുൾ നമ്മൾ ആ ഒരു എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ, അത് ഈ വർഷത്തെ മാത്രമല്ല പ്രീവിയസ് ഇയർ പാറ്റേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് ബേസിക്കലി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ട്രെയിൻസിൽ നിന്നും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നുണ്ട്. ബോട്ട്സ് വരത്തില്ല എന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കരുതെന്നുള്ളതല്ല, പക്ഷേ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ 2 ടോപ്പിക്കിനായിരിക്കണം. ബോട്ട്സ് ആൻഡ് സ്ട്രീമും ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ആൻഡ് അടുത്തത് വരുന്നത് ടൈം ആൻഡ് വർക്ക്. ടൈം ആൻഡ് വർക്കിലും പല മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഇവിടെ അവർ കൂടുതൽ ചോദിക്കുന്ന ഏരിയ നമ്മൾ സാധാ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയാണ്. എക്ക് ഒരു വർക്ക് ചെയ്യാനായിട്ട് 20 ഡേയ്സ്, ബിക്ക് ആ സെയിം വർക്ക് ചെയ്യാനായിട്ട് സേ 30 ഡേയ്സ്. അങ്ങനെ ഉണ്ടെങ്കിൽ എയും ബിയും കൂടെ സേ എത്ര ഡേയ്സ് കൊണ്ടായിരിക്കും ആ വർക്ക് തീർത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അവർ പറയുക എക്ക് ഒരു വർക്ക് ചെയ്യാൻ 28 ഡേയ്സ്, ബിക്ക് ഒരു വർക്ക് ചെയ്യാൻ 30 ഡേയ്സ്. ചിലപ്പോൾ അവർ പറയുന്നത് എന്തായിരിക്കും, സേ ഇതാണ് നമ്മുടെ വർക്ക് എങ്കിൽ ആദ്യത്തെ ഒരു 2 ഡേയ്സ് എ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് എയും ബിയും കൂടെ സേ ബാക്കി എത്ര ഡേയ്സ് വർക്ക് ചെയ്തായിരിക്കും ആ വർക്ക് കംപ്ലീറ്റ് ആക്കുക. ഇങ്ങനെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ടൈം ആൻഡ് വർക്ക് എന്ന് ബേസിക്കലി വരുന്നത്. സോ ടൈം ആൻഡ് വർക്ക് ആണോ ഈ ഒരു മോഡലായിരിക്കണം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവേണ്ടത്. പിന്നെ അതുപോലെ ടൈം ആൻഡ് വർക്കിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് പൈപ്പ്സ് ആൻഡ് സിസ്റ്റം വരുന്നത്. സോ അവിടെയും പൈപ്പ്സ് ആൻഡ് സിസ്റ്റം വരുമ്പോൾ എന്താ ആ കൂടെ ഒരു വ്യത്യാസം എന്തായിരിക്കും, 20 ഡേയ്സ് എ എന്ന് പറയുന്നൊരു പൈപ്പ് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ 20 മിനിറ്റ്സ് വേണം. ബിക്ക് എന്ന് പറയുന്നൊരു പൈപ്പ് സേ ഫില്ല് ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ എംറ്റി ആക്കുക എന്നായിരിക്കും പറയുന്നത്. സോ ബി എന്ന് പറയുന്നൊരു പൈപ്പ് അത് എംറ്റി ആക്കാൻ സേ എത്രയാണ് 30 മിനിറ്റ്സ് എടുത്തു എന്നായിരിക്കും പറയുന്നത്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ എയും ബിയും കൂടെ സേ അത് അറ്റ് എ ടൈം ഓപ്പൺ ആണെങ്കിൽ ആ ടാങ്ക് ഫില്ല് ആവാൻ എത്ര ടൈം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ടൈം ആൻഡ് വർക്ക് എന്ന് വരുന്നത്. സോ അതും നമുക്ക് ഈസിലി അച്ചീവ് ചെയ്യാവുന്ന കാര്യം തന്നെയുള്ളൂ. ആൻഡ് അടുത്തൊരു ടോപ്പിക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മെൻസ്ട്രേഷൻ. മെൻസ്ട്രേഷനിൽ നമുക്ക് 2 ആയിട്ടാണ് വരുന്നത്. അതായത് മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ 2 ഡയമെൻഷനലും ഉണ്ട്, 3 ഡയമെൻഷനലും ഉണ്ട്. മെൻസ്ട്രേഷനിൽ നിന്ന് ഈ വർഷം നമ്മൾ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യന് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒരു ലാസ്റ്റ് 2022 ഈ NTPCയുടെ എക്സാം നടക്കുമ്പോൾ എങ്ങനെയും ഒരു 3 ക്വസ്റ്റ്യൻസ് ഈ മെൻസ്ട്രേഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് നടന്ന 2 ഷിഫ്റ്റുകളിലും ഒരു ക്വസ്റ്റ്യൻ വെച്ച മെൻസ്ട്രേഷൻ വന്നിട്ടുള്ളൂ. സോ ഈ മെൻസ്ട്രേഷനിൽ ജനറലി 2Dന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ 3 ഡയമെൻഷണൽ, അതായത് നമ്മുടെ വോളിയം, സിലിണ്ടേഴ്സ്, അങ്ങനെയുള്ള കേസസ്, അതിൽ നിന്ന് എല്ലാത്തിൽ നിന്ന് നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ്, അതായത് ഒരു പ്രീവിയസ് ഇയർ പേപ്പർ ആണെങ്കിൽ ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പക്ഷേ ഇന്ന് നടന്ന ഷിഫ്റ്റുകളിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ച മെൻസ്ട്രേഷനിൽ നിന്ന് വന്നിട്ടുള്ളൂ. അത് വന്നേക്കുന്നത് 2 ഡയമെൻഷണലായിരുന്നു. സോ മെൻസ്ട്രേഷനിൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് വോളിയം ഓഫ് എ സിലിണ്ടർ, അല്ലെങ്കിൽ ഏരിയ ഓഫ് എ സർക്കിൾ, അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, അങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ഒരു കാര്യം, ഇക്വേഷൻസ് നിങ്ങൾ നല്ലോണം ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവണം. സോ മെൻസ്ട്രേഷനിൽ വേറെ ഒന്നുമില്ല, ഇക്വേഷൻസ് മാത്രം ജസ്റ്റ് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അടുത്ത കേസ് ട്രിഗ്നോമെട്രി. ട്രിഗ്നോമെട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ് ആംഗിൾസും അതിൻ്റെ വാല്യൂസും, ഇപ്പോൾ sin 30, cos 30, അല്ലെങ്കിൽ എത്രയാണ് tan 45, അങ്ങനെയുള്ള ബേസിക് വാല്യൂസ് ഉണ്ടല്ലോ, അത് മാത്രം നിങ്ങൾ ആദ്യമേ ഇനിഷ്യലി പഠിച്ചു വെച്ചേക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ട്രിഗ്നോമെട്രിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സിമ്പിൾ ഐഡൻറ്റിറ്റീസ് അപ്ലൈ ചെയ്യാനുള്ളതായിരിക്കും. ഇപ്പോൾ sin square theta plus cos square theta 1 സേ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളില്ലേ, ആ ബേസിക് ഐഡൻറ്റിറ്റീസിൻ്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വാല്യൂസ് യൂസ് ചെയ്യാനായിട്ടും. പിന്നെ ട്രിഗ്നോമെട്രിയിൽ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ്, ഈ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ ട്രിഗ്നോമെട്രി പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഈ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. കുറേ ഷോർട്ട് കട്ട്സും ഉണ്ട്. സോ ബേസിക്, പക്ഷേ എന്നാലും ഈ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് കൂടെ നിങ്ങളൊന്ന് ജനറലി നോക്കി വെച്ചേക്കുക. കാരണം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും.
അടുത്തത് ഓൾജിബ്ര. ഓൾജിബ്രയിൽ ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി ഒരു 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൾജിബ്രയിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. പക്ഷേ ഈ ഓൾജിബ്രയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ക്യൂബിക് ഫോർമാറ്റിൽ നിന്നായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ക്യൂബ്സിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ടായിരിക്കും കൂടുതൽ ഈ ഓൾജിബ്രയുടെ വരുന്നത്. അതായത് a+b² അല്ലെങ്കിൽ a³ + b³, പിന്നെ അതേപോലെ തന്നെ ആ ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ടല്ലോ a³ + b³ + c³ - 3abc, അതിനൊരു 3 ഇക്വേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഇക്വേഷൻസ് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. സോ ഓൾജിബ്രയിൽ ഞാൻ ജസ്റ്റ് പറയുക, നമ്മൾ ആ ഒരു പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ പാറ്റേൺസും നോക്കുമ്പോൾ ക്യൂബ്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. സോ ക്യൂബ്സ് നിങ്ങൾ മസ്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്ത അഡ്വാൻസ്ഡ് മാത്സിന് വരുന്നതാണ് ജോമെട്രി. ഈ ജോമെട്രിയിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ SSC എന്നൊക്കെ പറയുമ്പോൾ കുറേ കൂടെ ഹയർ ലെവലായിട്ടുള്ള കുറേ നല്ല നല്ല ക്വസ്റ്റ്യൻസ് നമ്മളവിടെ കാണാറുണ്ട്. പക്ഷേ റെയിൽവേയുടെ എക്സാംസിൽ ജോമെട്രി കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ വരുന്നത്. അതും ഏറ്റവും ഈസി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ആംഗിൾസിനെ ബേസ്ഡ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ സപ്ലിമെൻ്ററി, കോംപ്ലിമെൻ്ററി ആംഗിൾസ്, അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആംഗിൾസ് ജോമെട്രിയിൽ നിന്ന് നമ്മൾ കൂടുതൽ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ജോമെട്രി പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒന്ന് ആംഗിൾസ് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിട്ടുണ്ടാകണം, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വരുന്നത് ട്രയാങ്കിൾസ് കുറച്ച് വാസ്റ്റാണ്, എന്നാൽ പോലും ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് നോക്കിയേക്കുക. ആൻഡ് അടുത്ത വരുന്നത് സർക്കിൾസ് എന്ന് പറയുമ്പോൾ മറ്റേ ടാൻജൻറ്റ്, കോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ. സോ അതിൻ്റെ ആപ്ലിക്കേഷൻസ്. സോ ജോമെട്രിയിൽ ആക്ച്വലി ഇത് മാത്രമല്ല ജോമെട്രി എന്ന് പറയുന്നത് കുറേ ഉണ്ട്. പക്ഷേ നിങ്ങൾ ജോമെട്രിയിൽ ഏറ്റവും ബേസിക്കായിട്ട് ഈ 3 കാര്യങ്ങളെങ്കിലും ഏറ്റവും നോക്കിയിട്ടുണ്ടാവണം. സോ ഇതാണ് നമുക്ക് മാത്സിൽ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. അഡീഷണൽ ഒരു 1-2 ടോപ്പിക്ക് കൂടെ നിങ്ങൾ ക്വാണ്ടിൽ നോക്കേണ്ടതുണ്ടായിരുന്നു. ഒരെണ്ണം വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ശരിക്കും നമ്മൾ പെർസെൻറ്റേജിൻ്റെ ആപ്ലിക്കേഷനിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പറയുന്നത്, പക്ഷേ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും തന്നെ നമുക്ക് ആക്ച്വലി NTPCക്ക് വരുന്നതാണ്. അതും അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ തന്നെ നമ്മൾ ഒരു ആപ്ലിക്കേഷനായിട്ട് പഠിക്കുന്നതാണ് ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, മാർക്ക്ഡ് പ്രൈസ്, ഇതിനെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ തന്നെ NTPCക്ക് അവർ നമ്മൾ കാണുന്നത്. സോ ബേസിക്കലി നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുക, പക്ഷേ ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ കുറച്ചുകൂടി അഡീഷണലി നിങ്ങളൊന്ന് നോക്കുക. പിന്നെ അതേപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് SICA അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇതിൻ്റെ അകത്ത് ഈ സിമ്പിൾ ഇൻട്രസ്റ്റിന് ബേസ്ഡ് ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടാവും. അതേപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ബേസ്ഡ് ആയിട്ട് ഒരു 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ അഡീഷണലി കിട്ടുന്നുണ്ടാവും. സോ ഇതുകൂടെ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ അതേപോലെ SICAയിൽ എനിക്ക് അഡീഷണലി നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 2 ഇയേഴ്സിൽ CAൻ്റെയും SIൻ്റെയും ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇക്വേഷൻ കൂടെ ആ PR² അതുകൂടെ ആ ഇക്വേഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷിഫ്റ്റിലെങ്കിലും ഈ പറഞ്ഞൊരു സംഭവം വരാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. വേറെ നമ്മൾ നോക്കേണ്ട ഒരു ടോപ്പിക്കുണ്ട്, മീൻ മീഡിയൻ മോഡ്. ഇന്നുള്ള ഷിഫ്റ്റിൽ ഇത് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എന്നാൽ പോലും റെയിൽവേയുടെ എല്ലാ എക്സാംസിനും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ഈ മീൻ മീഡിയൻ മോഡ് എന്ന് പറഞ്ഞത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ നമുക്ക് ആക്ച്വലി 24th വരെ എക്സാം ഉണ്ട്. സോ നമുക്ക് ആക്ച്വലി ഏകദേശം ഒരു 10 അല്ലെങ്കിൽ ഒരു 15-ാം തീയതി ആ ഒരു എക്സാമിൻ്റെ ഒരു മിഡൊക്കെ എത്തിക്കഴിയുമ്പോൾ ആ സമയങ്ങളിൽ അവർ ചോദിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കായിരിക്കും ഈ മീഡിയൻ മോഡ് എന്ന് പറഞ്ഞാൽ. റെയിൽവേയുടെ എല്ലാ എക്സാംസിനും അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ ഈ 3 ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും പഠിക്കാണ്ടിരിക്കരുത്. അതിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾക്ക് നോക്കിയാൽ അത് കവർ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് DA, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. സോ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനെ ബേസ്ഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ, മാക്സിമം പോയാൽ ഒരു 2 ക്വസ്റ്റ്യൻസ് ഇതായിരിക്കും നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നിന്ന് അവർ ചോദിക്കുന്നുണ്ടാവുക. വേറൊന്നുമില്ല, ഒരു ടേബിൾ വരുന്നുണ്ടാവും, ആ ടേബിളിൻ്റെ അകത്തുള്ള കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും, ആൻഡ് അതിനെ ബേസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. സോ DA കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. സോ ഇത്രയുമാണ് നമ്മൾ ആക്ച്വലി മാത്സിൽ നിന്ന് നമ്മൾ നോക്കാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നോക്കാനുള്ള റീസണിങ് ആണ്. സോ റീസണിങ്ങിൻ്റെ ഏതൊക്കെ ടോപ്പിക്സ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നതെന്നൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സോ നമുക്ക് റീസണിങ് നോക്കുമ്പോൾ റീസണിങ്ങിനും നമുക്ക് ടോട്ടലി ഒരു 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ വരുന്നത്. ഈ റീസണിങ്ങിൽ ഏതൊക്കെ ഏരിയാസിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വെച്ചാണെന്നുള്ളതോടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ആദ്യമേ തന്നെ കോഡിംഗ്, ഡീകോഡിംഗ്.
കോഡിംഗ് ഡീകോഡിംഗിൽ നിന്ന് നമുക്ക് ടോട്ടൽ ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ബേസിക്കലി വരാവുന്നത്. പക്ഷേ ഈ റീസണിങ്ങിലടാ ഈ 30 ക്വസ്റ്റ്യൻസ് നമുക്ക് ആ 30 ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്നതിനായിരിക്കും. അത്ര എളുപ്പമുള്ള കാര്യങ്ങളായിരിക്കും. സോ ബേസിക്കലി കൂടുതൽ ഏത് മോഡൽ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് ഞാനിവിടെ പറയുന്നത്. ഈ കോഡിംഗ് ഡീകോഡിങ്ങിൽ നമുക്ക് ആക്ച്വലി 2 ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഞാനിപ്പോൾ പറയുക എ ബി സിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സേ ഒരു ZYX ഇങ്ങനെയാണെങ്കിൽ സേ PQR ഇതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്നായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. സോ ഇത് ബേസിക്കലി എന്താ എയുടെ ഇതല്ലേ വരുന്നത്, എക്സാക്ട് ഓപ്പോസിറ്റാണ് ഏത് വരുന്നത് ഇസഡ് വരുന്നത്. അതേപോലെ BYCX അങ്ങനെയല്ലേ വരുന്നത്. സോ PQRന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാറ്റേൺ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സേ അതേപോലെ തന്നെ സെക്കൻഡ് മോഡൽ നിങ്ങളവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുക ഓൾ പീപ്പിൾ ഗുഡ്. സേ ഈ ഓൾ പീപ്പിൾ ഗുഡിനെ ഞാൻ ചിലപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് BXFYPQ ഇങ്ങനെ ഇരിക്കും. അതേപോലെ തന്നെ സം പീപ്പിൾ കേക്ക് ഇങ്ങനെ ഇരിക്കും ഞാൻ പറയുന്നത്. അതിനെ ഞാൻ പക്ഷേ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സേ FYMNOP ഇങ്ങനെ ആയിരിക്കും. സോ എന്നിട്ട് അവർ പറയുക സേ പീപ്പിളിൻ്റെ കോഡ് എന്താണെന്നായിരിക്കും അവർ ചോദിക്കുന്നത്. പീപ്പിളിൻ്റെ കോഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക സേ ബേസിക്കലി രണ്ടിനും പീപ്പിൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ റിപ്പീറ്റഡിൽ ഇവിടെ വരുന്ന ഏതാ FY എന്ന് പറയുന്നതല്ലേ. സോ ബേസിക്കലി അത് കോഡിംഗ് ഡീകോഡിംഗ്. സേ ഈ 2 മോഡലാണ് ഏറ്റവും കൂടുതൽ കോഡിംഗ് ഡീകോഡിംഗ് എന്ന് നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ രണ്ടാമത് അടുത്ത് വരുന്നത് ആൽഫബറ്റ് ടെസ്റ്റ്. സേ ആൽഫബറ്റ് ടെസ്റ്റിൽ നിന്നും നമുക്ക് ആക്ച്വലി ഒരു 2 ക്വസ്റ്റ്യൻസ് അവിടെയും നമുക്ക് വരുന്നുണ്ടാവും. ഇപ്പോൾ ഈ ആൽഫബറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാലും വേറൊന്നുമല്ല, സീരീസാണ്. സേ നമ്മൾ നമ്പർ സീരീസ് പറയുന്ന പോലെ തന്നെ ആൽഫബറ്റ്സിൻ്റെ സീരീസ് ആയിരിക്കും ഇവിടെ വരുന്നത്. സേ ഞാൻ പറയുക ഒരു QHD MNV ITN EZF അതേപോലെ AFX. സേ അങ്ങനെ ഉണ്ടെങ്കിൽ സേ ഇവിടെ അടുത്ത് വരുന്ന കോഡ് എന്താണെന്നുള്ളത്. സോ ഇവിടെയും നമ്മൾ നോക്കാൻ നേരത്ത് നമുക്കിത് ഒരു കറക്റ്റ്ലി ഒരു പാറ്റേണിലായിരിക്കും ഈ സംഭവങ്ങൾ പോകുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത് ഒരു 4 എണ്ണം കുറവായിരിക്കും. സേ ഇത് A ആണെങ്കിൽ അതിന് തൊട്ട് മുന്നിലുള്ള ഏതാ E അല്ലേ. സോ A കഴിഞ്ഞാൽ BCDE. ഇപ്പോൾ E കഴിഞ്ഞാൽ ഏതാ 4 കഴിഞ്ഞാലായിരിക്കും I വരുന്നത്. സോ അതേപോലെ തന്നെ ബേസിക്കലി ഓരോ സീരീസിനും ഓരോ പാറ്റേൺസ് ഉണ്ടാവും. ആ പാറ്റേൺസ് എന്താണെന്ന് കറക്റ്റ്ലി മനസ്സിലാക്കുക. ഇതാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഞാൻ അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഞാൻ ആൻസേഴ്സിന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ സൊല്യൂഷൻസ് നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽഫബറ്റ് ടെസ്റ്റ് പോലെ തന്നെ നമുക്ക് ആൽഫ ന്യൂമറിക് സീരീസ് ഇതിൽ നിന്നും നമുക്ക് ബേസിക്കലി ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആൽഫ ന്യൂമറിക് സീരീസ് വേറൊന്നുമല്ല, നമുക്ക് ഒരു സീരീസ് ആയിരിക്കും വിച്ച് കൺസിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ്, ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ്. സേ ഇതിൻ്റെ അകത്ത് ഇപ്പം എന്താ ഒരു 4A $B201 $858A4. സേ ഇങ്ങനെ കുറേ റാൻഡം നമ്പേഴ്സ് ആയിരിക്കും. എന്നിട്ട് അവർ ചോദിക്കാൻ പോകുന്നത് ഓക്കെ ഇതിൻ്റെ അകത്തുള്ള എല്ലാ സിമ്പിൾസ് ഞാൻ ഡ്രോപ്പ് ചെയ്താൽ സേ റൈറ്റ് എൻഡിൽ നിന്ന് 4th ലെറ്റർ ഏതാണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 5th വൺ ഏതാണ്, അല്ലെങ്കിൽ 4th ടു ദ റൈറ്റ് ഓഫ് 5th ടു ദ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സേ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ആൽഫ ന്യൂമറിക് സീരീസിൽ വരുന്നത്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ആ സീരീസ് ഉണ്ടാവും, അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതായിരിക്കും ഈ ആൽഫ ന്യൂമറിക് സീരീസിൻ്റെ അകത്തും വരുന്നത്. സോ ഇവിടെയും നിങ്ങൾക്ക് ആൽഫ ന്യൂമറിക്കിനെ ബേസ്ഡ് ആയിട്ട് ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ. ഈ ബ്ലഡ് റിലേഷനും ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് പ്രാക്ടീസ് ആ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. ബ്ലഡ് റിലേഷൻ വരുമ്പോൾ 2 രീതിക്കാണ് അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരെണ്ണം കോഡഡ് വരാം. ഇപ്പോൾ അവർ പറയുന്നത് സേ ഒരു റിലേഷൻ A+B. ഇപ്പോൾ സാധാരണ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആദ്യം വേറൊരു മോഡൽ പറയാം. സേ അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും, ഒരു 5 സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ടാവും. ഇപ്പോൾ A ഈസ് ദ മദർ ഓഫ് B ഈസ് ദ സിസ്റ്റർ ഓഫ് C ഈസ് ദ വൈഫ് ഓഫ് D എന്നൊക്കെ പറഞ്ഞ് കുറേ റിലേഷൻസ് അവർ പറയുന്നുണ്ടാവും. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഓരോ പേഴ്സൺസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അതാണ് ഒരു മോഡൽ. സേ സെക്കൻഡ് മോഡൽ വരുമ്പോൾ ഇപ്പോൾ A ഈസ് ദ മദർ ഓഫ് B എന്ന് അവർ പറയത്തില്ല, പകരം അവർ ചിലപ്പോൾ A+B എന്നായിരിക്കും പറയുന്നുണ്ടാവുക. എന്നിട്ട് അവർ പറയുക സേ A+B മീൻസ് ആ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്തിനെ കാണിക്കുന്നത്, A ഈസ് ദ മദർ ഓഫ് B എന്നായിരിക്കും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. അതേപോലെ B ഇൻറ്റു C എന്ന് പറഞ്ഞാൽ
സോ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബി ഈസ് ദ വൈഫ് ഓഫ് സി എന്നായിരിക്കും. സോ ഇങ്ങനെ കുറേ റിലേഷൻസ് അവർ തരുന്നുണ്ടാവും. എന്നിട്ട് അവർ വേരിയബിൾസ് മാറ്റുന്നുണ്ടാവും. സോ എന്നിട്ട് അവർ പറയുന്നത് പി പ്ലസ് ക്യൂ ഇൻറ്റു സി എന്നൊക്കെ പറഞ്ഞാൽ പിയും സിയും തമ്മിലുള്ള റിലേഷൻ എന്ത്, അങ്ങനെ സി അല്ല ഇതിപ്പോൾ ഒരു സേ അങ്ങനെ ഉണ്ടെങ്കിൽ പി ഇങ്ങനെ ഒരു റിലേഷൻ സേ ഈ രണ്ട് കണ്ടീഷൻസ് വാലിഡ് ആണെങ്കിൽ ആ സെയിം റിലേഷൻ ഇവിടെ യൂസ് ചെയ്താൽ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്തെന്നായിരിക്കും ബേസിക്കലി അവിടെ ചോദിക്കുന്നുണ്ടാവുക. സോ ഇങ്ങനെ ഈ ഒരു രണ്ട് മോഡലാണ് സേ ബ്ലഡ് റിലേഷൻസിൽ നമുക്ക് കിട്ടുന്നത്. വേറെ നമ്മൾ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ടേ ഓഡ് വൺ ഔട്ട്. ഈ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്നാലും ഒരു 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഓഡ് വൺ ഔട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. ഈ ഓഡ് വൺ ഔട്ട് അവർ ചോദിക്കുന്നത് 2 രീതിക്കാണ് അവർ ചോദിക്കുന്നത്. ഒരെണ്ണം നമ്പേഴ്സിന് ബേസ് ആയിട്ട് അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഞാൻ പറയാം ഒരു 4 നമ്പേഴ്സ് സേ 25, 64, 49, 75 ഇങ്ങനെ ഒരു 3 നമ്പേഴ്സ് തന്നിട്ട് 4 നമ്പേഴ്സ് തന്നിട്ട് അതിൻ്റെ അകത്ത് ഓഡ് വൺ ഏതാണെന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് പല റിലേഷൻസ് വർക്കൗട്ട് ആവുന്നുണ്ടാവും. പക്ഷേ അവർ വിചാരിക്കുന്ന ആ ഒരു റിലേഷൻ തന്നെ നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുക ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് എഴുതിയൊരു 4 നമ്പേഴ്സാണ്. സോ ഇവിടെ നോക്കുമ്പോൾ 25, 64, 49 3 എന്താ സ്ക്വയേഴ്സ് അല്ലേ വന്നേക്കുന്നത്. 5 സ്ക്വയർ ആണ്, 6 സ്ക്വയർ ആണ്, 8 സ്ക്വയർ ആണ്, 7 സ്ക്വയർ ആണ്. പക്ഷേ 75 എന്ന് പറഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. സോ ഇതായിരിക്കും നമ്മുടെ ഓഡ് വൺ ഔട്ടായിട്ട് വരുന്നത്. സേ ഒന്ന് നമ്പേഴ്സ് വെച്ച് പറയാം. അടുത്തത് നമുക്ക് അതേപോലെ തന്നെ വേർഡ്സ് വെച്ചിട്ടുള്ള ഇത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവും. സേ വേർഡ്സ് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുക ഒരു 4 ഇത് കേരള, തമിഴ്നാടു, ഡൽഹി, ആസാം ഇങ്ങനെ ഒരു 4 സ്റ്റേറ്റ്സ് ഇത് ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള ഓഡ് വൺ ഔട്ട് ഏതാണെന്നായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് ഇത് സ്റ്റേറ്റ് ആണ്, ഇത് സ്റ്റേറ്റ് ആണ്, ഇതും സ്റ്റേറ്റ് ആണ്. പക്ഷേ ഡൽഹി എന്ന് പറഞ്ഞാൽ എന്താ ഒരു യൂണിയൻ ടെറിട്ടറി അല്ലേ. സോ അതായിരിക്കും അതിൻ്റെ അകത്ത് ഓഡ് വൺ ഔട്ട് വരുന്നത്. സോ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയും വേർഡ്സും ആയിട്ടുള്ള ഓഡ് വൺ ഔട്ട്സ് അത് നമുക്ക് എങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതേ അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ടേ സില്ലോജിസം. സില്ലോജിസത്തിൽ നമുക്ക് യൂഷ്വലി ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ സില്ലോജിസം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കേണ്ടതാണ്. കുറച്ച് ഡെപ്തിലുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ എന്നാലും അത്ര ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വരാറില്ല. ഒരു ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് Tier 1 അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഒരു പേപ്പറിന് നമുക്ക് വരാറുള്ളൂ. സോ സില്ലോജിസം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. ആൻഡ് അടുത്തത് വരുന്നത് MOT. MOT 2 രീതിക്ക് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒന്ന് സയൻസ് വെച്ച് അവർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ സയൻസ് വെച്ച് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റിലേഷൻ ഇപ്പോൾ 2 + 3 × 5 + 4 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു സം വാല്യൂ എന്ന് അവർ പറയുന്നുണ്ടാവും. ഈക്വൽ ടു 21 എന്നായിരിക്കും അവർ ചിലപ്പോൾ പറയുന്നുണ്ടാവുക. എന്നിട്ട് അവർ പറയുന്നത് 4 ഓപ്ഷൻസ് ഈ 4 ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ കറക്റ്റ് ആക്കാനായിട്ട് ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും 2 സൈൻസ് ഇൻ്റർചേഞ്ച് ചെയ്യാനായിരിക്കും പറയുന്നത്. ചിലപ്പോൾ അവർ പറയുന്നത് പ്ലസും ഇൻറ്റു ആയിരിക്കും ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിവിഷനും പ്ലസും ആയിരിക്കും ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രയാണ് ഇൻറ്റൂൺ ഡിവിഷനും ആയിരിക്കും ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെയായിരിക്കും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇത് MOT എന്ന് വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ വേറെ വരുന്നൊരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കും വരുന്നത്. സോ അവർ പറയുന്നത് ഒരു A > B > or = C <D = P. ഇങ്ങനെയാണ് എനിക്ക് ചിലപ്പോൾ അവർ അതായത് കുറേ ആൽഫബറ്റ്സ് തമ്മിലുള്ള കുറച്ച് റിലേഷൻസ് ആയിരിക്കും അവർ തന്നിട്ടുണ്ടാവുക. എന്നിട്ട് അവർ അതിനെ ബേസ്ഡ് ആയിട്ട് ഒരു 2 ചോദ്യമായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അവർ ആദ്യം പറയുന്നത് ചിലപ്പോൾ A > P, പിന്നെ അതേപോലെ തന്നെ B > D. ഇങ്ങനെ 2 റിലേഷൻസ് തന്നിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള കാര്യങ്ങളായിരിക്കും അവർ ചോദിക്കുന്നത്. സോ അതും നമ്മൾ MOTയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇവിടെ എഗെയിൻ ഞാൻ പറയുകയാണ്, ജസ്റ്റ് മോഡൽ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. സോ ഇവിടെ ബേസിക്കലി എന്താ അത് തെറ്റായിരിക്കും. അതുപോലെ B യും D യും തമ്മിലുള്ള റിലേഷനും തെറ്റായിരിക്കും. സോ നെയ്തർ ഫോളോസ് ആയിരിക്കും അവിടെ വരുന്നത്. സോ അതാണ് MOTയുടെ ഒരു മോഡൽ വരുന്നത്. പിന്നെ അടുത്ത് നമ്മൾ നോക്കണ്ടേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ബേസ്ഡായിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ അവിടെ അവർ വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പല മോഡൽസാണ്. ഒന്നെങ്കിൽ അവർ പറയുന്നത് ഒരു 6 പേഴ്സൺസ് ഉണ്ടാവും.
ആ 6 പേഴ്സൺസ് ഫേസിങ് നോർത്ത്. അവൻ എന്താ പറയുന്നത്, ഒരു ABCD 6 പേരുണ്ട്, അവരെല്ലാവരും നോർത്തിലേക്ക് ഫേസ് ചെയ്തായിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ള കുറേ റിലേഷൻസ് ആയിരിക്കും അവരവിടെ പറഞ്ഞിട്ടുണ്ടാവുക. സോ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ രണ്ടാമത്തേന്ന് പറയുമ്പോൾ എന്താ, സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വരാം. അതായത് ഒരു സർക്കുലർ ഫോർമേഷൻ ഉണ്ട്, അതിൻ്റെ അകത്തൊരു 8 പേര് ഇരിക്കുന്നുണ്ട്. അവിടെയും കുറേ കണ്ടീഷൻസ് ഉണ്ടാവും. എന്നിട്ട് അവർ തമ്മിലുള്ള കുറച്ച് പാറ്റേണിലായിരിക്കും അവരുടെ അടുത്ത് ചോദിക്കുന്നത്. സോ വേറൊരു മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് സ്ക്വയർ ടേബിൾ. അതായത് ഒരു സ്ക്വയർ ടേബിൾ ഉണ്ട്, അതിൻ്റെ കോർണേഴ്സിലും സെൻറ്റേഴ്സിലുമായിട്ട് ഓരോരുത്തർ വെച്ചിട്ട്. സോ ബേസിക്കലി എത്ര, 4 കോർണേഴ്സും 4 സെൻറ്റേഴ്സും വരുന്നത്. സോ 8 പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ അവരുടെ ഇടയിലുള്ള പ്ലേസ്മെൻറ്റ് ചോദിക്കാറുണ്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ ഈ ഒരു പാറ്റേൺ ചോദിക്കാറുണ്ട്. അതായത് ഒരു 4 പേര് സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നുണ്ടാവും, അതേപോലെ ഒരു 4 പേര് നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ട്. സോ അവരുടെ ഇടയിലുള്ള റിലേഷൻസ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ എപ്പോഴും നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നിന്ന് വരുന്നത്. പിന്നെ വേറെ അതേപോലെ തന്നെ നമുക്ക് പസിൽസും വരുന്നുണ്ട്. പസിൽസിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ബോക്സ് പസിൽസ് ആയിരിക്കും. അതായത് എന്താ പറയുന്നത്, ഒരു 6 ബോക്സസ് ഉണ്ട്, 6 ബോക്സ് ഇങ്ങനെ വൺ എബോ അതറായിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ബോക്സ് പസിലിൻ്റെ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ ആൾക്കാരെ വെച്ച്, അതായത് ഒരു 6 പേഴ്സൺസ് ഉണ്ടാവും, അത് 6 പേർക്കും ഡിഫറെൻറ്റ് ഹൈറ്റ് എന്നായിരിക്കും അവർ പറയുന്നത്. എന്നിട്ട് അവർ ജസ്റ്റ് പറയുന്നത് എയ്ക്ക് എന്ന് പറയുമ്പോൾ ബീനേക്കാൾ കൂടുതലാണ്, ബിക്ക് എന്ന് പറയുമ്പോൾ സീനേക്കാൾ കൂടുതലാണ്, പക്ഷേ എഫിൻ്റെ എന്ന് പറഞ്ഞാൽ എയിനേക്കാൾ കൂടുതൽ എന്നാൽ സീനേക്കാൾ കുറവ്. അങ്ങനെയുള്ള കുറേ റിലേഷൻസ്, കുറേ ഡേറ്റാസ് വരുന്നുണ്ടാവും അതിനെ ബേസ്ഡായിട്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എപ്പോഴും പസിൽസിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. സോ പസിൽസിൽ നിന്നും ടോട്ടലി ഒരു 3 ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. സോ പസിൽസും നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. പിന്നെ വേറെ വരുന്നത് ക്യൂബ്സ് ആൻഡ് ഡൈസ്. ക്യൂബ്സ് ആൻഡ് ഡൈസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആയിരിക്കും, ഒരു ഡൈസിൻ്റെ തന്നെ ഒരു 3 ഡിഫറെൻറ്റ് പൊസിഷൻസിൽ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇമേജ് ആയിരിക്കും അവർ തന്നിട്ടുണ്ടാവുക. എന്നിട്ട് ഇപ്പോൾ ഒരു ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസ് ചെയ്താൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്യൂബ്സിൽ നിന്ന് അവർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. സോ ഒറ്റ ക്വസ്റ്റ്യനെ വരുള്ളൂ, പക്ഷേ ക്യൂബ്സ് ആൻഡ് ഡൈസ് നമുക്ക് ആ ഒരു ലോജിക്കലി നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഷോർട്ട് കട്ട്സ് അറിയാമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ക്യൂബ്സ് ആൻഡ് ഡൈസ്. പിന്നെ ഇന്നത്തെ 2 ഷിഫ്റ്റിലും ചോദിച്ചിട്ടില്ല, പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ നമുക്ക് ആക്ച്വലി ചോദിക്കാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു പോർഷനുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ക്വാണ്ട് ആണെങ്കിൽ മീൻ മീഡിയൻ മോഡ് ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ റെയിൽവേയുടെ എല്ലാ എക്സാംസിനും റീസണിങ്ങിൽ കോമൺലി കാണുന്ന ഒരു ടോപ്പിക്കാണ് കലണ്ടർ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ടൈമിലായിരിക്കും അവർ ഈ കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് ഇറക്കുന്നത്. സോ നിങ്ങൾ NTPCയുടെ എക്സാമിന് പോവുകയാണെങ്കിൽ, NTPC മാത്രമല്ല റെയിൽവേയുടെ ഏത് എക്സാമിന് പോവുകയാണെങ്കിലും ഈ കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കാണ്ട് നിങ്ങൾ ഒരിക്കലും പോകരുത്. സോ അതിൽ നിന്നൊരു 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഏറ്റവും ലീസ്റ്റായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ കലണ്ടറും ഏറ്റവും മസ്റ്റായിട്ട് തന്നെ നോക്കി വെച്ചേക്കുക. പിന്നെ അതേപോലെ നമ്പർ റാങ്കിങ്ങിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. നമ്പർ റാങ്കിങ് വേറൊന്നുമല്ല, അവർ പറയുന്നത് ഒരു ക്ലാസ്സിൽ എന്താ പറയുക, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു 10th പൊസിഷനിലായിരിക്കും രവി എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടാവുക. പക്ഷേ എന്നാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 10th പൊസിഷനും റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 15th പൊസിഷനും ആയിരിക്കും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ടോട്ടലി ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ്, അങ്ങനെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ നമ്പർ റാങ്കിങ്ങിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ മിസ്സിംഗ് നമ്പേഴ്സ്. ശരിക്കും മിസ്സിംഗ് നമ്പേഴ്സ് എന്നല്ല പറയാം, നമ്പർ സീരീസിൽ വരുന്ന 2 ടൈപ്സ് ആണ് മിസ്സിംഗ് നമ്പേഴ്സും റോങ് നമ്പേഴ്സും. ഇതിന് ബേസ്ഡായിട്ട് ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. സോ നമ്പർ സീരീസും നമ്മൾ ആക്ച്വലി ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ നമ്മൾ ഏറ്റവും പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്, ഡയറക്ഷൻ ഏറ്റവും എളുപ്പമുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. ഡയറക്ഷനിൽ നിന്ന് നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ, ഒരു 1 to 2 ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ഡയറക്ഷനിൽ നിന്ന് വരുന്നുണ്ടാവുക.
ഡയറക്ഷനിൽ നമുക്ക് ചോദിക്കുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവർ പറയാൻ പോകുന്നത് ഇത് വെച്ചിട്ടായിരിക്കും. ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഞാൻ ഈസ്റ്റിലേക്ക് പോയി, പിന്നെ ഒരു 10 കിലോമീറ്റർ ഞാൻ നോർത്തിലേക്ക് പോയി, പിന്നെ ഒരു 5 കിലോമീറ്റർ ഞാൻ ഈസ്റ്റിലേക്ക് പോയി. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ആൾ ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്യുന്നത്, ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ റെയിൽവേ എക്സാംസിന് അവർ കൊണ്ടുവരുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ മാത്രമല്ല അവർ ആംഗിൾസ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അവർ പറയുന്നത് 5 കിലോമീറ്റർ ഈസ്റ്റ് പോയി, പിന്നെ 10 കിലോമീറ്റർ നോർത്ത് പോയി, പിന്നെ 5 കിലോമീറ്റർ ഈസ്റ്റ് പോയി. എന്നിട്ട് അവർ പറയുന്നത് ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ ഈ ഫേസിലായിരിക്കുമല്ലോ ആൾ ഫേസ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഈ ഈസ്റ്റ് ഡയറക്ഷനിൽ അവർ പറയുന്നത് ഒരു 45 ഡിഗ്രി ഞാൻ ക്ലോക്ക് വൈസ് തിരിഞ്ഞു, പിന്നെ ഒരു 180 ഡിഗ്രി ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞു, ആൻഡ് എഗെയിൻ ഞാനൊരു 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞു. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇത്രയും പോയി, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 45 ഡിഗ്രി ക്ലോക്ക് വൈസ് പോയി, പിന്നെ ഒരു 180 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് വന്നു, പിന്നെ ഒരു 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് വന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ഫേസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഈ ആംഗിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതാണ് റെയിൽവേയിലേക്ക് ഒരു SSCനേക്കാൾ ഉപരി, അല്ലെങ്കിൽ SSCയിൽ നിന്ന് എന്താണ് ഡയറക്ഷനിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ആംഗിൾസ് അവർ റെയിൽവേയുടെ എക്സാംസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ഇത്രയുമാണ് നമുക്ക് ആക്ച്വലി റീസണിങ്ങിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള കുറച്ച് ടോപ്പിക്സ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ്സിന് ഏതൊക്കെ ഏരിയാസാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ളത്, അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 40 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഈ എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ജനറൽ അവയർനെസ് ആണ്. സോ അത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതെന്നൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. സോ നമ്മൾ ജനറൽ അവയർനെസ് നോക്കുകയാണെങ്കിൽ ടോട്ടലി 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് പോർഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ റെയിൽവേയുടെ എക്സാംസിന് ഔട്ട് ഓഫ് 40 നമുക്കൊരു 8 to 9 ക്വസ്റ്റ്യൻസ് നമുക്ക് ആക്ച്വലി കറണ്ട് അഫയേഴ്സിൽ നിന്ന് മാത്രം വരുന്നുണ്ടാവും. പക്ഷേ അവിടെ ഉള്ളൊരു കാര്യം, ഈ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് കറണ്ട് അഫയേഴ്സ് എവിടെ നിന്ന് പഠിക്കണം, എന്തോരം പഠിക്കണം, അല്ലെങ്കിൽ എത്ര ബാക്കിലേക്ക് പഠിക്കണം എന്നുള്ളൊരു കേസ്. പക്ഷേ ഈ കറണ്ട് അഫയേഴ്സ് നമ്മൾ ആ ഒരു പ്രീവിയസ് ട്രെൻഡ് നോക്കിയാൽ എപ്പോഴും ആ ഒരു റെയിൽവേയുടെ എക്സാം നടക്കുന്നതിന് തൊട്ട് മുന്നത്തെ വർഷത്തായിരിക്കും കൂടുതൽ കറണ്ട് അഫയേഴ്സ് വരുന്നത്. നമുക്ക് പ്രീവിയസ്ലി 2022 ഇതിൻ്റെ NTPCയുടെ എക്സാം നടന്നപ്പോൾ ടോട്ടലി 2021 കറണ്ട് അഫയേഴ്സ് ആയിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ വർഷം നമുക്കിപ്പോൾ 2025 എക്സാം നടക്കുമ്പോൾ കൂടുതലും കറണ്ട് അഫയേഴ്സ് വരുന്നത് 2024 സോ ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 8 to 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഭയങ്കര ഹ്യൂജ് ആണ്. സോ മാക്സിമം 2024 കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് നിങ്ങളൊന്ന് നോക്കിയേക്കുക. അത് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ബാക്കി അടുത്ത നമ്മളിപ്പോൾ സ്റ്റാറ്റിക് പാർട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ജിക്കാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആദ്യമേ നോക്കേണ്ട ഒരു ഇതാണ് യുണൈറ്റഡ് നേഷൻസ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓരോ ബോഡീസും അതിൻ്റെ ഓരോ ഓർഗനൈസേഷൻസും. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ 6 ഇതായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സെക്രട്ടേറിയറ്റ്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അങ്ങനെയുള്ള ഒരു 6 ഓർഗനൈസേഷൻസ് ഇത് അവിടെ വരുന്നുണ്ട്. പ്ലസ് നമുക്ക് അതിൻ്റെ ഇപ്പോൾ യുനെസ്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലൊക്കേഷൻസും ഹെഡ് ക്വാർട്ടേഴ്സും അത് നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അത് ഇഷ്ടം പോലെ ചോദിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അബ്രിവേഷൻസ്. ഇപ്പോൾ യുനെസ്കോൻ്റെ ഇതെന്താ വരിക, അബ്രിവേഷൻ എന്താ വരിക, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അതേപോലെ തന്നെ ഓരോ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓർഗനൈസേഷൻസ്, അതിൻ്റെ അബ്രിവേഷൻസ്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതിൻ്റെ 6 ബോഡീസ്, ഇതെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യുണൈറ്റഡ് നേഷൻസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി വേറെയും കുറേ ജനറൽ ടോപ്പിക്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒന്ന് മ്യൂസീഷ്യൻസ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം അതിനെ ബേസ്ഡ് ആയിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ മ്യൂസീഷ്യൻസിന് ഏതൊക്കെ ഇയറിലാണ് പത്മശ്രീ കിട്ടിയേക്കുന്നത്, പത്മ അവാർഡ് കിട്ടിയേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അവർ ചോദിക്കുന്നതാണ്. സോ ഈ മ്യൂസീഷ്യൻസിനും അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറെ വരുന്നത് നമ്മുടെ ലിറ്റററി വർക്ക്സ്.
അല്ലെങ്കിൽ അതിന് നമുക്ക് ഇങ്ങനെയും പറയാം, ബുക്സ് ആൻഡ് ഓതേഴ്സ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം മ്യൂസീഷ്യൻസ് ഇതിൻ്റെ ഞാൻ പിന്നെയും ഫോക്കസ് ചെയ്തു എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് ബേസ് ആയിട്ട് ഒരു 2 ക്വസ്റ്റ്യൻസ് മാക്സിമം നമുക്ക് കിട്ടാവുന്നതാണ്. സോ അത് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ബുക്സ് ആൻഡ് ഓതേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോബയോഗ്രഫീസ് അതുപോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അഡീഷണലി നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. പിന്നെ വേറെ കോസ്റ്റ് ലൈൻ ഓഫ് ഇന്ത്യ, ഇത് ജോഗ്രഫിയിൽ വരുന്നൊരു ടോപ്പിക്കാണ്. പക്ഷേ എന്നാൽ പോലും ഇതിന് ബേസ്ഡായിട്ട് റെയിൽവേസിന് കുറേ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ കോസ്റ്റ് ലൈൻ ഇല്ലാത്ത സ്റ്റേറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിനാണ് ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ വരുന്നത്, അങ്ങനെയുള്ള കേസസ് ഇഷ്ടം പോലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. സോ ഈ കോസ്റ്റ് ലൈൻ ഓഫ് ഇന്ത്യ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ വേറെ ഓരോ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിൻ്റെ ലൊക്കേഷൻസും എവിടെയാണ് ഇത് വരുന്നതെന്നുള്ള. സോ ഈ ഒരു ടോപ്പിക്കും നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, ഇന്ത്യയിലുള്ള ഇത് കഴിഞ്ഞ NTPCക്കും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇതിനെ ബേസ്ഡ് ആയിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻസ് പല ഷിഫ്റ്റിലായിട്ട് വന്നിട്ടുണ്ട്. അതായത് ആസ് ഓഫ് 2021 ഇന്ത്യയിൽ എത്ര ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഉണ്ട്, അതേപോലെ ഓരോ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ഓൾറെഡി വന്നിട്ടുണ്ട്. കഴിഞ്ഞ NTPCക്കും പ്രീവിയസ് NTPC നടന്നപ്പോൾ അതിനും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നൊരു ഏരിയ ആയിരുന്നു ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ബൗണ്ടറീസ്, ഇതെന്ന് പറഞ്ഞാലും ജോഗ്രഫിയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഓരോ നെയ്ബറിങ് സ്റ്റേറ്റ്സ്, ബൗണ്ടറീസും അതേപോലെ തന്നെ ഓരോ നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റ്സ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് വരുന്നത്. ഈ ബൗണ്ടറീസ് നെയ്ബറിങ് സ്റ്റേറ്റ്സ് പിന്നെയും കുറേ ക്വസ്റ്റ്യൻസ് നമ്മളവിടെ വരുന്നതാണ്. അതായത് ഇന്ന സ്റ്റേറ്റുമായിട്ട് ബൗണ്ടറി വരാത്ത സ്റ്റേറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് ഏറ്റവും കൂടുതൽ ബൗണ്ടറി വരുന്നത് ഏതാണ്, അങ്ങനെ ഈ നെയ്ബറിങ് സ്റ്റേറ്റ്സ് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് വരുന്നത്. ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് നമുക്ക് എല്ലാവർക്കും തന്നെ കുറേ അറിയാവുന്നതായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഫോക്ക് ഡാൻസ്. കാരണം കുറച്ചധികം നമ്മൾ ആ ഫോക്ക് ഡാൻസിൽ പഠിക്കാനുണ്ട്. സോ എന്നാലും ആ ഒരു ഫോക്ക് ഡാൻസ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കുക. പിന്നെ അതേപോലെ സെൻസസ്, ഈ സെൻസസ് എന്ന് പറഞ്ഞാൽ അവരൊരു 2 വർഷമായിട്ട് SSCക്കും റെയിൽവേക്കും അവർ എല്ലാത്തിനും കോമൺ ആയിട്ട് SSCക്കാണ് ഏറ്റവും കൂടുതൽ ഈ സെൻസസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലെ റെയിൽവേയുടെ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്തുനിന്ന് വരുന്നുണ്ട്. സോ സെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമിന് പോലും നിങ്ങൾ പഠിക്കാണ്ട് പോകരുത്. സോ അത് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവണം. അതിനെ ബേസ്ഡ് ആയിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സോ സെൻസസ് അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ വേറെ ടെമ്പിൾസ് ഓഫ് ഇന്ത്യ, പിന്നെ അതേപോലെ തന്നെ ഓരോ കൺട്രീസിൻ്റെ റാങ്കിങ്, അതേപോലെ ഇന്ത്യയുടെ കുറച്ച് ഇൻഡെക്സസ് ഉണ്ട്, അതുകൂടെ അറിഞ്ഞിരിക്കണം. ഇത് കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. സോ അത് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ വേറെ national parks and നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. അതിൻ്റെ അകത്ത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനേക്കാളും ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ നാഷണൽ പാർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അവർ ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നാഷണൽ പാർക്സിൽ നിന്ന് നല്ല രീതിക്ക് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവും. സോ ഇത്രയുമാണ് നിങ്ങൾ സ്റ്റാറ്റിക് GKയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ബാക്കിയുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെയുള്ള ടോപ്പിക്സിൽ നിന്നൂടെ ഏതൊക്കെ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇനി നമ്മൾ സയൻസ് സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ സാധാരണ നമുക്ക് ഏറ്റവും കൂടുതൽ ഫിസിക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ ഈ ഒരു വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ ബയോളജിയിൽ നിന്നാണ് കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ബയോളജിയിൽ നിന്ന് നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് മാക്സിമം പോയാൽ ഒരു 3 ക്വസ്റ്റ്യൻസ്. സോ ബയോളജി ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ കെമിസ്ട്രിയുടെ ആണെങ്കിലും ഒരു 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വർഷം ഇവിടെ നിന്ന് ജസ്റ്റ് കിട്ടാവുന്നതാണ്. സാധാരണ ഫിസിക്സിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്.
പക്ഷേ ഫിസിക്സിന് ഇപ്പോൾ ഇന്നത്തെ എക്സാംസിലെല്ലാം തന്നെ ഒരു ക്വസ്റ്റ്യൻസേ അവർ ചോദിച്ചിട്ടുള്ളൂ. സോ നമുക്ക് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഏകദേശം പുതിയ എക്സാമിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. സോ കൂടുതൽ ഇമ്പോർട്ടൻസ് ബയോളജി, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എക്കണോമിക്സ്, ഇപ്പോൾ സോഷ്യൽ നോക്കുകയാണെങ്കിൽ എക്കണോമിക്സിന് ബേസ്ഡായിട്ട് ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷേ എന്നാലും തന്നെ മിനിമം 2 ക്വസ്റ്റ്യൻസ് എങ്ങനെയെന്നാലും ഒരു 2 ക്വസ്റ്റ്യൻസ് ഓൺ ആൻ ആവറേജ് നമുക്ക് കിട്ടുന്നുണ്ടാവും എക്കണോമിക്സിൽ നിന്ന് മാത്രം. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സാണ് പൊളിറ്റി, ഹിസ്റ്ററി. ഇപ്പോൾ പൊളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ പൊളിറ്റിയിൽ നിന്ന് എങ്ങനെയും നിങ്ങൾക്കൊരു 4 to 5 ക്വസ്റ്റ്യൻസ് മിനിമം നിങ്ങൾക്കൊരു 4 ക്വസ്റ്റ്യൻ പൊളിറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. സോ പൊളിറ്റി ഒരിക്കലും വിട്ട് കളയരുത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഡ്രാഫ്റ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ എന്നാണ് അതിൻ്റെ വന്നത്, അങ്ങനെയുള്ള കുറേ ഡേറ്റ്സ് ആൻഡ് ഇയേഴ്സ് ഉണ്ട്. ആ ഡ്രാഫ്റ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് നോക്കാനുള്ള മേജർ കമ്മിറ്റീസ്, നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, പിന്നെ അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി, അതേപോലെ പവർ കമ്മിറ്റി, അങ്ങനെ കുറേ കമ്മിറ്റീസ് ഉണ്ട്. സോ ഇതിൻ്റെ അകത്തുള്ള കമ്മിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ആർട്ടിക്കിൾസ്, പിന്നെ അതേപോലെ തന്നെ അമെൻമെൻറ്റ്സ്, പിന്നെ അതേപോലെ നമുക്ക് സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ഓരോരോ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഓരോ കാര്യങ്ങൾ അത് നമ്മൾ എവിടെ നിന്ന് എടുത്ത സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നിന്ന്. പിന്നെ അതേപോലെ തന്നെ ബാക്കി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട 2 കാര്യങ്ങൾ പൊളിറ്റിയിൽ വേറെ, നമ്മുടെ പാർലമെൻറ്റ്, അതായത് അതിൻ്റെ അകത്ത് ലോക്സഭ, രാജ്യസഭ, അതിൻ്റെ മെമ്പേഴ്സിന് എത്ര മെമ്പേഴ്സ് വെച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ആ ഒരു നമ്മുടെ പാർലമെൻറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ അതുകൂടെ നിങ്ങൾ മെയിൻലി ഒന്ന് പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം റിട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റിട്സ് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അതേപോലെ തന്നെ റിട്സിൻ്റെ ആർട്ടിക്കിൾസ്, പിന്നെ അതേപോലെ തന്നെ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്, അതേപോലെ തന്നെ പ്രസിഡൻറ്റ്, ഇതിനെ ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ റിട്സ് ഞാൻ എഗെയിൻ എടുത്ത് പറയുകയാണ്, റിട്സ് കുറച്ചുകൂടെ പ്രൈമറി ഫോക്കസ് കൊടുത്ത് നമ്മൾ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബെയർ മിനിമം നിങ്ങൾ പൊളിറ്റിയിൽ നോക്കിയിട്ടുണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതെങ്കിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം ഈ NTPC എക്സാമിന് വേണ്ടിയിട്ട്. നമ്മൾ ഹിസ്റ്ററിയിൽ കുറച്ച് നോക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് സോഷ്യോ റിലീജിയസ്, അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ റീഫോമേഴ്സ് ഉണ്ട്, നമ്മുടെ രാജാറാം മോഹൻ റോയ്, അങ്ങനെയുള്ള ഇത്. സോ ഈ റീഫോമേഴ്സിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് തന്നെ ഒരു 2 ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ ഷിഫ്റ്റിലും കണ്ടിട്ടുണ്ട്. സോ ഈ സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇതേപോലെയുള്ള ആൾക്കാർ, ഇപ്പോൾ ദയാനന്ദ സരസ്വതി, അതേപോലെ രാജാറാം മോഹൻ റോയ്, അങ്ങനെയുള്ള ആൾക്കാരെ കുറച്ചുകൂടെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. പിന്നെ വേറെ നമ്മൾ നോക്കണ്ടേ ഫ്രീഡം സ്ട്രഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ റിവോൾട്ട് ഓഫ് 1857, ആ റിവോൾട്ട് ഓഫ് 1857 തൊട്ട് ഇൻഡിപെൻഡൻസ് കിട്ടുന്നവരെയുള്ള എല്ലാ ഇവൻറ്റ്സും നമുക്ക് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ എന്നാലും അതിൻ്റെ അകത്ത് ആ എല്ലാ ഇവൻറ്റ്സിൻ്റെയും ഇയേഴ്സിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൈമറി ഫോക്കസ് കൊടുക്കുന്നത്. അവരെപ്പോഴും ജസ്റ്റ് ചോദിക്കുന്നത്, ഇപ്പോൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ് 3 നടന്നിട്ടുണ്ട്, അതിൻ്റെ ഇയേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് അതിൻ്റെ വർഷമായിരിക്കും അവർ ചോദിക്കുന്നത്. സോ ഈ 1857 തൊട്ട് ഇൻഡിപെൻഡൻസ് വരെ അതിൻ്റെ ഇടയിലുള്ള എല്ലാ ഇവൻറ്റ്സിൻ്റെയും ഇയേഴ്സ് നിങ്ങൾ മാക്സിമം പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ വേറെ നമ്മൾ നോക്കാനുള്ള മെഡീവിയലിലാണെങ്കിൽ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ്, ഇതിനെ ബേസ്ഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ മെഡീവിയൽ നോക്കുമ്പോൾ ഡൽഹി സുൽത്താനേറ്റ്, അതേപോലെ തന്നെ മുഗൾസ്, ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. എന്നാലും കൂടുതൽ രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, എന്നാൽ ആ 2 നിങ്ങൾ നോക്കി വെച്ചേക്കുക. സോ ഇത്രയുമാണ് ഹിസ്റ്ററിയിൽ നിങ്ങൾ നോക്കാനുള്ളത്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വേറെ കമ്പ്യൂട്ടർ വരുന്നുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൺ ആൻ ആവറേജ് എല്ലാ ഷിഫ്റ്റിലും വരുന്നുണ്ട്. പക്ഷേ എല്ലാം എളുപ്പമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ വരുമ്പോൾ ഒരെണ്ണം ചിലപ്പോൾ ചോദിക്കുന്നത് കോമ്പണൻസ് ആയിരിക്കും, കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ. പിന്നെ വേറെ അതേപോലെ തന്നെ അവർ ചോദിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്.
അത് നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ MS ഓഫീസ്, നമ്മുടെ എക്സൽ, വേർഡ്, PPTs അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കീബോർഡിൻ്റെ ഷോർട്ട് കട്ട് കീസ്, കീബോർഡ് ഷോർട്ട് കട്ട്സ്. പിന്നെ അതേപോലെ ഇൻ്റർനെറ്റ്, വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, വേറെ അബ്രിവേഷൻസ്. കമ്പ്യൂട്ടറിൽ നിന്ന് ഇത്രയാണ് നമ്മൾ ഏറ്റവും മിനിമമായിട്ട് നമ്മൾ നോക്കാനുള്ളത്. സോ ഇന്ന് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കുക, എല്ലാ ടോപ്പിക്സും നമ്മൾ പറഞ്ഞ എല്ലാ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് കവർ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി വരുന്ന അപ്കമിങ് ഡേയ്സിലുള്ള നിങ്ങളുടെ NTPC എക്സാംസ് നിങ്ങൾക്ക് നല്ല അറ്റംപ്റ്റോട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഇന്നിപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇനിയും നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു.